നമ്മുടെ കുഞ്ഞുങ്ങൾ വിജയകരമായിട്ട് അടുത്ത വീട് വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്നലത്തെ മഴയത്ത് അവരുടെ വീട് ഇടിഞ്ഞു തകർന്നു. ആഞ്ഞുള്ള പരിശ്രമമാണ്. ഇന്ന് തന്നെ മിക്കവാറും വീട് റെഡിയാക്കും. ഒരാൾ ക്ഷീണിക്കുമ്പം അടുത്ത ആൾ, 3 പേരും മത്സരിച്ചാണ്. ഇതിൽ 2 പേരെ വീട് വെക്കുന്നുള്ളൂ. ഏറ്റവും മുകളിലിരിക്കുന്ന ആ കുരുപ്പ് പണിയുന്ന വീട് ഇടിച്ചു കളയും. അതാണ് അതിൻ്റെ പ്രത്യേകത. മിക്കവാറും ഇന്ന് തീരുന്ന ലക്ഷണമാണ് കാണുന്നത്. ആഞ്ഞുത്സാഹിക്കുന്നുണ്ട്, പരിശ്രമിക്കുക. പാവപ്പെട്ടവൻ ഇറക്കിയിട്ട എംസാൻഡിനൊക്കെ ഇന്നൊരു പരിഹാരമാവും. ക്ഷീണിച്ചു. ക്ഷീണിച്ചില്ല, ഇതാ തുടർന്നു. അഹോരാത്രം കഷ്ടപ്പെടുകയാണ്. ഇതാണ്ട് അടുത്ത ആൾ മുകളിൽ നിന്നും. ഒരാൾ ക്ഷീണിച്ചപ്പോൾ അടുത്ത ആൾ. എനിക്ക് തോന്നുന്നത് രണ്ടാമത് കയറിയ ആൾ ഫിനിഷിംഗ് വർക്കാണെന്ന് തോന്നുന്നു. വീടാക്കിയാലും ഇനി അവർക്ക് റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. രണ്ടാമത്തെ ആൾ അതിനുവേണ്ടി കയറിയാന്ന് തോന്നുന്നു. പക്ഷേ ഇവർ 2 പേരും കൂടി ചേർന്ന് വെക്കുന്ന വീട് മുകളിലിരിക്കുന്ന ആ കുരുപ്പ് ഇടിച്ചു കളയും. സാധാരണ അങ്ങനെയാണ് കണ്ടുവരുന്നത്. നോക്കാം. ആഞ്ഞ് പരിശ്രമിക്കുകയാണ്. ഒരാൾ മുമ്പിൽ നിന്ന് മണ്ണ് ബാക്കിലോട്ട് ഇടുന്നു. അടുത്ത ആൾ ബാക്കിൽ നിന്ന് ആ മണൽ വീണ്ടും ബാക്കിലോട്ട് മാറ്റുന്നു. ഇതാ ഫിനിഷിംഗ് വർക്കാണ് രണ്ടാമത്തെ ആൾ കയറി ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് കുറച്ച് വിശാലമായിട്ടുള്ള വീടാണെന്ന് തോന്നുന്നു. 2-3 ബെഡ്റൂമും കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടിക്കൊണ്ടുള്ളതാണ്. ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകളുണ്ട്. ഇവരുടെ കഴിവുകൾ വിനിയോഗിക്കുന്നു. ഇതാ ചെറിയ കുരുപ്പ് വരുന്നിട്ടുണ്ട്. ഇടിച്ചിടാനുള്ള തയ്യാറെടുപ്പിലാണ്. ഓക്കെ, മിക്കവാറും ഇന്ന് വൈകുമ്പോഴത്തേക്കേ അവരെ വീട് തീരത്തുള്ളൂ. വീഡിയോയുടെ ലെന്ത് കൂടുന്നുണ്ട്, സ്റ്റോപ്പാക്കുന്നു. മുമ്പ് ഇതുപോലൊരു വീട് പണിഞ്ഞപ്പോഴത്തേക്കും മുകളിൽ ഇരിക്കുന്ന കുരുപ്പാണ് എല്ലാം ഇടിച്ചു കളയുന്നത്. മുകളിൽ ഇരിക്കുന്ന ആളുടെ പേര് പിങ്കി, താഴെ പണിയെടുക്കുന്നത് ലക്കിയും ജൂലിയും. ഓക്കെ, ഇനി അവർ വീടെടുക്കട്ടെ.